ഹലോ, നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ വെള്ളക്കാന്താരിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് നമ്മളിപ്പോൾ നെല്ലിക്കാമുളക് അഥവാ തക്കാളി മുളക് എന്നൊക്കെ പറയും. അതിൻ്റെ കുരു എങ്ങനെ പാകി കിളിപ്പിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ആദ്യം തന്നെ മണ്ണെടുക്കാൻ പോകാം. കുറച്ചങ്ങോട്ട് പോകണം. നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. ഇവിടുത്തെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. പോത്തിനെ കെട്ടിയിട്ട് ചാണകവും മണലും ഒക്കെ ആയിട്ട് നന്നായി മിക്സായി കിടക്കുകയാണ്. നമ്മൾ ചാണകപ്പൊടിക്ക് പ്രത്യേകമായിട്ടെങ്കിലും തപ്പി പോകണ്ട. നമ്മുടെ പോട്ടി മിക്സ് റെഡിയാക്കാനായിട്ട് ഈ മണ്ണ് തന്നെ നല്ലതാണ്. നമ്മൾ മണ്ണെടുക്കുകയാണ്. ഇവിടെയാണ് പോത്തിനെ കെട്ടാറ്. അപ്പോൾ ഈ ചാണകമൊക്കെ വീണ് ഈ മണലും മണ്ണും ചാണകമൊക്കെ കൂടി നല്ല മിക്സായി കിടക്കുക. അപ്പോൾ നമുക്കൊരു ബക്കറ്റിലേക്ക് കളക്ട് ചെയ്യാം. നമുക്ക് തോട്ടത്തിലേക്ക് പോകാം. അവിടെ വെച്ചാണ് നമ്മുടെ ഈ പോട്ടി മിക്സൊക്കെ കൂട്ടി റെഡിയാക്കി വിത്ത് മുളപ്പിക്കാൻ സെറ്റ് ചെയ്യുന്നത്. കുറച്ച് നേരത്തെ ഞാനിതിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ മണ്ണും മണലും ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഞാൻ കുറച്ച് ഇതിലേക്ക് വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും എടുത്തിട്ടുണ്ട്. കുരു പാകുമ്പോൾ അധികം വളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും തൈകൾ നല്ല ഗ്രോത്തായി വരാനായിട്ട് കുറച്ച് വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഗാർഡനിലാണ് നമ്മളിതൊക്കെ ചെയ്യണത്. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്കമുളക് തക്കാളി മുളക് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. ഞാനത് കട്ട് ചെയ്തെടുത്തു. അപ്പം നിങ്ങൾക്ക് ഞാനത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ കട്ട് ചെയ്തെടുത്തത് ഞാൻ ജോയിൻ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാണ്. കണ്ടോ, ഇതാണ് നെല്ലിക്കാമുളക് എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുക. കണ്ടോ, ഇതിൻ്റെ കുരു ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ ഞാനിത് തണുത്ത കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചതാ. ഇവിടെ 2 കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഈ കുരു പാകാൻ പോകുന്നത്. ഈ പോട്ടി മിക്സ് നമുക്ക് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം. മറ്റേ 2 വീലറിൻ്റെ ടാങ്കിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അത് ഞാൻ എടുത്തതാ ഇതിലേക്ക് വേണ്ടിയിട്ട്. ഇത്രയും മതിയാവും. അടുത്ത കണ്ടെയ്നർ നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് മതിയാവും. നമുക്ക് ഈ കുരു നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അതെനിക്ക് ഒരു കുഞ്ഞുവാവുണ്ട്, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് കൈ കൊണ്ട് എടുക്കുന്നില്ല. ഞാൻ ഈ ഒരു പ്ലാവിൽ ഉപയോഗിച്ച് ഇത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതിൻ്റെ മുകളിലേക്ക് അധികം മണ്ണിടരുത്. ഈ വിത്തൊന്ന്
ജസ്റ്റ് ഒന്ന് അടിയിൽ പോകാൻ പാകത്തിന് കുറച്ച് മണ്ണ് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതിലേക്ക് നമുക്കിടാം. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഇത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അധികം താഴെ പോയ വിത്ത് മുളയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ പാകി കിളിപ്പിച്ച് വെച്ച കുറച്ച് ഇത് കണ്ടെയ്നേഴ്സ് ഉണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. കണ്ടോ, ഇത് അതുപോലെ പോട്ടിംഗ് മിക്സ് റെഡിയാക്കി ഞാൻ അതുപോലെ തന്നെ സെറ്റ് ചെയ്തതാണ്. നല്ല ഗ്രോത്ത് ആയിട്ട് നിൽപ്പുണ്ട് കണ്ടോ. അപ്പം ഇതുപോലെയൊക്കെ നിങ്ങൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. ആരും നമുക്ക് പറ്റില്ല എന്നൊന്നും പറഞ്ഞിരിക്കണ്ട കേട്ടോ. നമുക്കെല്ലാം എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ മുളക് കിളിപ്പിക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.